ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അന്നേരം ഇന്നലെ വീഡിയോ ഇട്ടില്ല കേട്ടോ. എന്താണോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നും ഈ അടുക്കളയിലെ വിശേഷങ്ങളല്ലേ കാണുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി എന്നും റൈച്ചാന പച്ചക്കറി മാർക്കറ്റിൽ പോകുന്നത്. എനിക്ക് തീരെ വയ്യായിരുന്നു. ഇതെല്ലാം സൺഡേ ആയി, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ റൈച്ചാന തുറന്ന് ഇന്ന് ഞാനും വരുന്നു പച്ചക്കറി കടയിൽ വീഡിയോ എടുക്കാൻ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. പോയിട്ട് വന്നെണ്ണ എൻ്റെ പൊന്നോ, ഞാനിവിടെ പോയാൽ റൈച്ചാൻ പോയി വാങ്ങിച്ചത് പോലല്ല. നോക്കി കണ്ട് നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. കുറേ ഉണ്ടായിരുന്നു വാങ്ങിച്ചുകൊണ്ട് വന്നതും. അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് സമയം ഒരുപാടായി. അതെല്ലാം പറക്കി വെച്ച് 10:30 കഴിഞ്ഞ് ഞങ്ങൾ, കാരണം ഞാൻ വന്നിട്ട് ഇവർക്ക് ഫുഡും കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഫുഡെന്ന് പറയാൻ അതൊക്കെ ഞാൻ കാണിക്കാം വീഡിയോയിൽ. ഒരു സ്പെഷ്യൽ ഡിന്നറായിരുന്നു ഇന്നലെ. അതൊക്കെ ചെയ്ത് ഈ പിള്ളേർക്കും കൊടുത്ത് അപ്പച്ചനും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല. കാരണം ഞങ്ങൾ വന്ന വഴിക്ക് ഇച്ചിരി ബേക്കറി ഐറ്റംസൊക്കെ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്ന് കഴിച്ചിട്ട് എൻ്റെ വയറിങ്ങിതായി. അപ്പോൾ പിന്നെ ഞാൻ കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 8:45 കഴിഞ്ഞിട്ടാണ് പോയത് തന്നെ. അപ്പം വന്നുണ്ടെ ഒരു സമയമായി. അവിടെ പോയി ഉള്ള വീഡിയോ മൊത്തവും എടുത്തു. അത് ആ വീഡിയോ ഇടണമെങ്കിൽ തന്നെ കുറേ സമയം എടുക്കും. കട്ടിങ്ങും പൊട്ടിങ്ങും എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ സമയം ഒത്തിരിയായി. എനിക്ക് പിന്നെ അങ്ങ് ഇരുന്ന് ചെയ്യാൻ വയ്യായിരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഓടിപ്പോയി. ഇത്തിരി കാരണം ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ നിങ്ങൾക്കൊരു വെറൈറ്റി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഓടിയതാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്മസിനെല്ലാം സ്പെഷ്യൽ ചോദിക്കുന്നതല്ലേ. അപ്പോൾ അന്ന് ഞാൻ ബീഫ് സ്റ്റൂ ഇട്ട്, ഇന്നൊരു ബീഫ് റോസ്റ്റ്. അപ്പം എന്നോട് മീനു പറയാൻ, ചേച്ചി ഒരു കേക്ക് കൂടെ ഉണ്ടാക്കണേന്ന്. ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ മനസ്സിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചു. എൻ്റെ സിറ്റുവേഷൻ എങ്ങനെയുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് അച്ചാറിൻ്റെ ഒക്കെ ഓർഡർ ഉള്ളതുകൊണ്ട് ഇന്നലെയാണ് ഞാൻ 3 ദിവസത്തെ വീഡിയോയുടെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈയും തരണം. കാരണം നിങ്ങൾക്ക് ഇവിടെ വിലപ്പെട്ട സമയമല്ലേ നിങ്ങൾ എനിക്ക് വേണ്ടി കമൻറ്റൊക്കെ ഇട്ട് മാറ്റുന്നത്. അപ്പം എനിക്ക് ജോലിയാണ്, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് അച്ചാറിടണമെന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ഇന്നലെ രാത്രി അത് ചിന്തിച്ചെന്നാൽ ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നില്ല. നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ തരാമെന്ന് പറഞ്ഞ് ഇന്നലെ എല്ലാത്തിൻ്റെ റിപ്ലൈ കൊടുത്തത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ. അപ്പം ഞാൻ വീഡിയോ എനിക്ക് 2 ദിവസത്തെ പെൻഡിങ് വീഡിയോ ആയിരുന്നു ഇടുന്നത്. ഇതിപ്പം ഇന്നുണ്ടാക്കിയ വീഡിയോ. ഇന്നെന്ന് പറയാൻ നിങ്ങൾ കാണുന്നത് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണിത് കേട്ടോ ഉണ്ടാക്കിയത്. ഓക്കെ, നിങ്ങൾ കാണുക. ഈ ക്രിസ്മസിന് നിങ്ങളിത് ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെടുന്നവരൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ അരിയുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്കറിയാം പാസ്ത ആയിരിക്കുമെന്ന്. അന്നേരം ഇന്നലെ രാത്രിയിൽ ഞാൻ ക്യാരറ്റും ബീൻസും ഒന്ന് അരിഞ്ഞ് വെച്ച്, എന്നിട്ട് ഇന്നലെ രാത്രി പച്ചക്കറികൾ കൊണ്ടുവന്നാണ്. രാവിലത്തേക്കിനുള്ള ക്യാപ്സിക്കവും കാബേജും ഒക്കെ ഞാൻ അവിടെ എടുത്ത് മാറ്റി വെച്ചിരുന്നു. ക്യാപ്സിക്കത്തിലെ അരിയൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞതാണ് കേട്ടോ. ആ വെളുത്തിരിക്കുന്ന ഭാഗം അത് ഉണ്ട്, അരിയെല്ലാം എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് കുക്കറിൽ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ചെയ്തിട്ട് പാസ്ത കഴുകി ഇതിൻ്റെ അകത്ത് അങ്ങിടുമല്ലേ. അപ്പോൾ ഇന്നാളെ എൻ്റെ ഒരു സബ്സ്ക്രൈബറും പറഞ്ഞില്ലേ, വിജി അല്ലാതെ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ അന്നും പറഞ്ഞില്ല ഇവമാർക്ക് ഇതാ ഇഷ്ടമെന്ന്. പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ സബ്സ്ക്രൈബർ ഒരു സജഷൻ പറഞ്ഞാൽ, ഞാൻ നേരത്തെ അങ്ങനെ ഉണ്ടാക്കുമായിരുന്നു, പക്ഷേ ഈസിക്കും പെട്ടെന്ന് ചെയ്യാനും ഇവമാർ ഈ പച്ചക്കറികളൊക്കെ മാറ്റി വെക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കുറച്ച് ചെയ്യുന്നത് മറ്റേ രീതിയിൽ ചെയ്യുന്നത്, നമ്മൾ വെള്ളത്തിൽ പാസ്ത ഇട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
പക്ഷെ അവന്മാർക്ക് മറ്റേതായിരുന്നു ഇഷ്ടപ്പെട്ടത് ഇതിനേക്കായി. എന്നിട്ട് ഇതിത്തിരി സമയം എടുക്കും. ഞാൻ മറ്റേത് ആണെങ്കിൽ എനിക്ക് ഇത്രയും സമയം എടുക്കത്തില്ല. ഞാൻ ആ സവാളയൊക്കെ വഴറ്റി പച്ചക്കറി ഇട്ടൊന്ന് വഴറ്റിയിട്ട് അത് നന്നായി വഴരുന്നില്ല. കാരണം ഇവന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരിങ്ങനെ ഇച്ചിരി മുഴുവനെ കിടക്കുവാണെങ്കിൽ അവരതെടുത്ത് മാറ്റും. അപ്പം ഞാൻ ആദ്യം ഒന്ന് വഴറ്റി നോക്കി. അപ്പോൾ അതങ്ങോട്ട് വഴന്ന് ശരിക്കും പെട്ടെന്ന് വരുന്നില്ല. അപ്പോൾ ഞാൻ എന്തോ ഇതെന്നോ പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ കുക്കറിലിട്ടങ്ങ് ഒരു വിസിലടിച്ചെടുക്കാമെന്ന്. കാരണം അതങ്ങ് വെന്ത് പോകുന്നുണ്ടെങ്കിൽ ഇവരെടുത്ത് മാറ്റത്തില്ലല്ലേ. ഇച്ചിരി സമയമെടുത്ത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ 5 മണിക്ക് എണീച്ചിട്ടും പ്രൈസമ്മോന് 6:15 ഇവിടുന്ന് പോകണമല്ലേ. അപ്പം അവർക്കുള്ളത് കൊടുത്ത് ചായ ഇട്ട് ഇതൊക്കെ തന്നെ ഇതങ്ങോട്ട് ചോറിനങ്ങോട്ട് വഴന്ന് വരുന്നില്ല. അപ്പം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ഇതെല്ലാം ഒന്ന് മസാല മൂപ്പിച്ചിട്ട് ഒരു വിസിലടിച്ചങ്ങ് എടുക്കാമെന്ന് ചിന്തിച്ചു. അപ്പം ആ പച്ചക്കറികളെല്ലാം ഒന്ന് വേവുമല്ലേ. അപ്പം അതുപോലാണ് ഞാൻ ചെയ്തത്. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അഥവാ അടിക്കെങ്ങാനും പിടിക്കുമെന്നും പറഞ്ഞു. പിന്നെ അല്ലെങ്കിൽ രാവിലെ ഇനി അടുത്ത ഗുലുമാലാവത്തില്ലേ. ഞാൻ അപ്പുറത്ത് പാസ്ത ഒന്ന് ഇച്ചിരി ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്നിട്ട് നിങ്ങൾക്കറിയാമല്ലേ, നമ്മൾ വെള്ളം ഊറ്റി കളഞ്ഞ് പച്ചവെള്ളമൊക്കെ ഒഴിച്ച് അതെടുക്കും. അപ്പം നല്ല തണുപ്പ് ഇഞ്ചിയിട്ട ചായ. അപ്പം ഞാനോടൊരു ചായ എടുത്ത് കുടിക്കട്ടെ. അപ്പോൾ പച്ചക്കറി ഞാനൊരു വിസിലടിച്ചെടുത്തു. അത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനിയും പാസ്തയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. അപ്പം നമ്മൾ കുക്കറിലുള്ള വേവിക്കുന്നതും ഇങ്ങനെ വേവിക്കുന്നതായിട്ട് വ്യത്യാസമുണ്ട്. കാരണം ക്വാണ്ടിറ്റിയിൽ ഇങ്ങനെ വേവിക്കുന്നതിലാണ് ക്വാണ്ടിറ്റി. ഞാൻ അല്ലാതെ വേവിക്കുകയാണെങ്കിൽ ഇത്രയും നിറഞ്ഞ് പാസ്ത വരത്തില്ല. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിങ്ങെടുത്താൽ മതി. പക്ഷെ അവന്മാർക്ക് ഇതിനേക്കായി താല്പര്യപ്പെട്ടത് മറ്റേതാ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ ടിഫിനെല്ലാം റെഡിയാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി ഉച്ചക്കത്തെ പരിപാടികൾ ചെയ്യണം. അപ്പം ഞാൻ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി. രാവിലെ എണീറ്റ് വരുമ്പം ഞാൻ രാത്രിയിലെ എല്ലാം കഴുകി വെക്കും. രാത്രിയിലേ തണുപ്പുണ്ട്. രാവിലെ കഴുകാൻ നിന്നാൽ കയ്യങ്ങ് കോച്ചിപ്പോൾ. അതുപോലുള്ള വെള്ളം നല്ല തണുപ്പാണ്. പിന്നെ ചെയ്യേണ്ടി വന്നാൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലേ, ചെയ്യുന്നു. അപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അരിയൊന്ന് വെള്ളം ഒന്ന് അനന്ന് വന്നിട്ടുണ്ടേ അരിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ തുണിയൊക്കെ കഴുകാനിട്ടായിരുന്നു. അത് പിന്നെ എന്നുമുള്ള പരിപാടിയാണെന്നല്ലേ. തുണിയെല്ലാം കഴുകി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി പയറൊക്കെ ഒന്ന് അരിഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 11 തൊട്ട് 12 വരെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഞാൻ രാത്രിയിലെ എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും. തേങ്ങയൊക്കെ ഞാൻ ഇന്നലെ അങ്ങ് എല്ലാം റെഡിയാക്കി വെച്ച്. അപ്പോൾ പയർ ഞാനിപ്പോൾ രാവിലെ അരിഞ്ഞത്. എന്നിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് അങ്ങ് ഞെവിടി അങ്ങ് അടപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ മോരുകറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരം ഞാനും ഡാഡിയും ഫാസ്റ്റിംഗ് ചെയ്യാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഫാസ്റ്റിംഗ് എടുക്കുന്നുണ്ട്. ഡാഡി എടുത്ത് പറഞ്ഞേ എടുക്കണ്ടെന്ന്. പക്ഷേ ഡാഡി നമ്മളെ ഇങ്ങോട്ട് വഴക്ക് പറയും. കാരണം മെഡിസിനൊക്കെ കഴിക്കുന്നത് കൊണ്ട് നേരത്തെയൊക്കെ ഫുള്ളും അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഈ മെഡിസിൻ്റെ ഇതുകൊണ്ട് നമുക്ക്. അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന കറിവേപ്പില നല്ല മണമുള്ള കറിവേപ്പിലയായിരുന്നു. അതുകൊണ്ട് ഈ മണമുള്ള കറിവേപ്പില ഇട്ടൊന്ന് കൂട്ടാൻ വെക്കുന്നുണ്ടെങ്കിൽ ഏത് കൂട്ടാനാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് കാണും. അപ്പോൾ ഞാൻ തോരനൊന്ന് അടപ്പത്ത് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇച്ചിരി വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് ഞാൻ ആദ്യം കുറേ നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിയൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന് അടച്ചു വെച്ചത്. മിക്സിയുടെ ജാറിൽ ഞാനൊരു 2 പച്ചമുളക്, ഇത്രയും ഒരു കഷ്ണം ഇഞ്ചി, 1/2 കിലോ ബീഫാണ് കേട്ടോ, ഇത്രയും വെളുത്തുള്ളി, 1 ടീസ്പൂൺ പെരുംജീരകം. ഇതൊന്ന് നമുക്കൊന്ന് ഇത്തിരി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാനിത് ഇച്ചിരി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് തിരിഞ്ഞ് വെച്ചായിരുന്നു. ഇതിലേക്ക് ഇച്ചിരി ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, നമ്മളിപ്പോൾ ഈ അരച്ച് ഈ കൂട്ടത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇതൊന്ന് കഴുകിച്ച് വെള്ളം ഒഴിക്കാം. ഇതിനെ അടച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 150 ഗ്രാം കൊച്ചുള്ളി ഉണ്ട്. അതിൻ്റെ അകത്ത് ഈ വലുത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം.
ഇങ്ങനെയുള്ള ചെറുതൊക്കെ എങ്ങനെയും കിട്ടാതെ ബാക്കിയെല്ലാം ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചതച്ചാൽ തെറിച്ചു പോകുന്നു പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അമക്കിയത്. ഇച്ചിരി സമയം മെനക്കേടെടുക്കും. എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എല്ലാ കുഴവിയുടെ അതും കൊണ്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പം കുറേയും കൂടെ നമ്മൾ അരിയുന്നതിനേക്കാൾ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്നലെ വാങ്ങിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിക്കും. ഇന്നലെ ഞാനിവിടെ പോയത് കൊണ്ട് ഓറഞ്ചും ആപ്പിളും പേരയ്ക്കൊക്കെ വാങ്ങിച്ച്, അത് കൂടാതെ ഞങ്ങൾ ഇന്നലെ സൺഡേ പ്രെയർ കഴിഞ്ഞ് വന്നോണ്ടേ ഈ ഏത്തയ്ക്ക റീച്ചാൻ ഈ പാളയം കൂടൻ അതിൻ്റെ തലേന്ന് വാങ്ങിച്ച. അപ്പോൾ എല്ലാം കൂടെ വന്നോണ്ടേ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അതെല്ലാം ഞാനൊന്ന് ഒതുക്കി വെച്ചു. അപ്പം നമ്മുടെ ബീഫൊക്കെ ഒന്ന് വെന്ത് വന്നായിരുന്നു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ വേണേ. 1 ടീസ്പൂൺ കടുക്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ട് ഞാൻ ഇതിലേക്കൊരു നല്ല 2 തണ്ട് ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഞാൻ ചേർക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചേ ചേർത്തുള്ളൂ. തേങ്ങാക്കൊത്തൊക്കെ എത്രയും ചേർക്കാമോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ തേങ്ങ കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ചേർത്തോട്ടോ. ഞാൻ ഇത്രയേ ചേർത്തുള്ളേ. ആ തേങ്ങയും കൂടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ ആ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ട് അതിൽ നിന്ന് ആ തേങ്ങാക്കൊത്ത് ഇങ്ങ് എടുക്കുക. കാരണം എനിക്ക് ഫോട്ടോ എടുക്കേണ്ടിയിട്ടാണ്, വീഡിയോ എടുക്കേണ്ടിയിട്ടേ അതൊന്ന് ഇടാൻ മുകളിലൊന്ന് ഇടാൻ വേണ്ടിയാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ടങ്ങ് വഴറ്റിയാൽ മതി. അഥവാ അങ്ങനെ എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ തേങ്ങ ആദ്യം നന്നായി മൂപ്പിച്ചതിന് ശേഷം കടുക് ഇടുക. അതിനേക്കാൾ നല്ലത് തേങ്ങ ഇങ്ങനെ മൂത്ത് വന്നു കഴിഞ്ഞിട്ടങ്ങ് ഉള്ളി ഇട്ട് ഞാൻ ഈ ചെയ്യുന്ന ബാക്കി പ്രൊസീജിയർ അങ്ങ് ചെയ്താൽ മതി. ഞാനിപ്പം എനിക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആ കൊച്ചുള്ളിയും ചേർത്തിട്ടുണ്ട്. ഞാൻ 150 ഗ്രാം കൊച്ചുള്ളിയാണ് ചേർത്തേ. ഒരു ചെറിയ സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതോടിട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ 1/2 കിലോയുടെ കണക്കല്ല ഇത്. അപ്പോൾ 1 കിലോ ആകുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർക്കണം. 1 കിലോ ആണെങ്കിലും പെരുംജീരകം അത്ര 1 ടീസ്പൂൺ മതി കേട്ടോ. കൊച്ചുള്ളിയുടെ അളവ് കൂട്ടണേ. അവിടുത്തെ തുണിയെല്ലാം വിരിച്ച് ഇനി ഇവിടുത്തെ തുണികളൂടെ വിരിക്കട്ടെ. കൊച്ചുള്ളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. ആ നേരം കൊണ്ട് ഞാൻ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് തീ കുറച്ചിട്ടേക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതി. കുക്കറിലൊരു 5-6 വിസിലടിച്ചിട്ട് ഞാനതൊന്ന് തുറന്ന് നോക്കിയോണ്ടേ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് അത് വേവാൻ ഇച്ചിരി താമസം എടുക്കും. ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഈ 6 വിസിലിൽ അത് വേവേണ്ടിയതാണ്. ഞാനന്ന് കറി വെച്ചോണ്ടേ 6 വിസിലിൽ നന്നായി വെന്തതാണ്. ഇതിപ്പോൾ ക്വാണ്ടിറ്റി കുറവായിട്ട് ഇട്ടത് കൊണ്ടാണ് 6 വിസിൽ വന്നിട്ട് അങ്ങനെ ചുവന് വെന്തില്ല. പിന്നെ ഞാൻ വീണ്ടും ഒരു 3 വിസിലൂടെ അടിച്ചിട്ട് കുക്കർ അവിടെ ഓഫാക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ തുണിയൊക്കെ വിരിച്ച് വന്നു. നമ്മുടെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 കിലോ എല്ലാം ഉള്ളു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, കണക്ക് പറയുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ ഇട്ടു, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി മസാല ഇച്ചിരി കുറച്ച് മതി കേട്ടോ. കറിക്ക് ചേർക്കുന്നത് പോലെ ഇതിന് വേണ്ട. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ചേർത്ത്, കുരുമുളക് പൊടി ഞാൻ ഇപ്പം ചേർക്കുന്നില്ല. ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മുളക് പൊടിയുമേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഗരം മസാല കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്ന്, അപ്പോൾ കുക്കറിൽ അതിൻ്റെ അകത്തൊരു ഇച്ചിരി വെള്ളമുണ്ട്. ആ വെള്ളത്തോടു കൂടി അങ്ങ് നമുക്ക് ഇടാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പരിപാടിയില്ല. ലാസ്റ്റ് നമുക്ക് ഇച്ചിയും കൂടെ മസാലകൾ 2 തരം മസാലകൾ ചേർക്കണം. അതേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ നമ്മൾ വെക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ല നമ്മുടെ കാസ്റ്റ് അയൺ അങ്ങനെയൊക്കെ ഉള്ളതിലാണെങ്കിൽ നന്നായിട്ട് കറുത്ത് നല്ല രീതിയിൽ കിട്ടും. എനിക്ക് കുറേയും കൂടെ സമയം ഇടുവാണെങ്കിൽ നല്ല ബ്ലാക്ക് കളർ കിട്ടിയേനെ. എനിക്ക് അത്രയും സമയം പേഷ്യൻസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊരു കളർ ഇതുപോലല്ല, ഇച്ചിരി കൂടെ ഡാർക്ക് കളറായിട്ടാണ് വന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നു, നന്നായിട്ട് വേവുകയും ചെയ്ത്. ഇതിലേക്ക് ഞാൻ ലാസ്റ്റിൽ 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അതവിടെ കിടക്കട്ടെ. ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന്
മുരിഞ്ഞ് വരട്ടെ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ഇച്ചിരി തേങ്ങാക്കൊത്തി ഞാൻ മാറ്റി വെച്ചത്. ഞാൻ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം പിന്നെ അത് പാത്രത്തിൽ വീണ്ടും അത് പാൻ്റെ അകത്തിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തായിരുന്നു തേങ്ങ. ഇത് തീ കുറച്ചിട്ട് കുറേ നേരം എടുക്കും ഇതിങ്ങനെ നമുക്ക് നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്തിരി സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുന്നത്. അപ്പം എന്നാണ്ടേ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ആ പെരുംജീരകമൊക്കെ ഒന്ന് ചതച്ച് ചേർത്തതുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റിൽ ആ പെരുംജീരകപ്പൊടിയും കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ടേ പ്രത്യേക ഒരു ടേസ്റ്റ് അറിയാനുണ്ടായിരുന്നു. കൈ കൊണ്ട് നമ്മളൊന്ന് നന്നായി ഒന്ന് അത് അമർത്തുന്നുണ്ടേ നന്നായിട്ട് വെന്തതാ ബീഫ്. ഞാൻ കാണിക്കാമേ. വേണ്ടേ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ക്രിസ്മസിന് ഇതുണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.